പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പ് കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വർഷം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് ദൈവത്തിന് സ്തുതിക്കുകയും ദൈവത്തെ നന്ദി പറയുകയും പാടി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന ഈ നിമിഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ ജെറുസലേമിലുള്ള യാത്രയിൽ ഒരു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു. അവിടെ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈശോ ഉടനെ അവരോട് പറയുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. അതിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്നറിഞ്ഞതിൽ സന്തോഷത്തോടെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ തിരിച്ചു വരുന്നു കർത്താവിന്റെ അടുക്കിലേക്ക്. കർത്താവിനെ കാണുന്നു, കർത്താവിന്റെ പാദത്തിൽ അവൻ പ്രണമിക്കുന്നു, കർത്താവിന് നന്ദി പറയുന്നു. അങ്ങനെ അവൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു. ഈശോ ചോദിക്കുന്നു, 10 പേരിലെ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് തോന്നിയില്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം തന്നെയായ ഈശോ പറയുന്നു, ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബൈബിളിലുടനീളം പുറപ്പാടിന്റെ പുസ്തകം 15-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ മോശ ആ അടിമത്തിൽ നിന്ന് വിമോചിക്കുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ ദൈവത്തിന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മൾ വായിക്കുന്നു. അതുപോലെ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ദീർഘനാളായി കുഞ്ഞുങ്ങളില്ലായിരുന്ന ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തപ്പോൾ ഹന്ന കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ദാവീദ് രാജാവ് ദൈവത്തെ കീർത്തനം പാടി സ്തുതിക്കുന്നു. സങ്കീർത്തനങ്ങൾ മുഴുവൻ തന്നെ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. വീണ്ടും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ തീച്ചൂളയിലേക്ക് എറിയുന്ന ആ മൂന്ന് യുവാക്കന്മാര് ദൈവത്തെ സ്തുതിക്കുന്ന നമ്മൾ കാണുന്നു. തോബിത്തിന്റെ പുസ്തകത്തിൽ തോബിയാസിന്റെ വിവാഹശേഷം ദൈവത്തിന് കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ജോബിന്റെ പുസ്തകത്തിൽ ജോബ് ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. വീണ്ടും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിലെ പരിശുദ്ധ കന്യകാമറിയം, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ കടാശിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന മറിയത്തെ നമ്മൾ കാണുന്നു. വീണ്ടും ആട്ടിടയന്മാർ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വെളിപാടിന്റെ പുസ്തകത്തില് ദൈവത്തെ സ്തുതിക്കുന്ന മാലാഖമാര്, മറ്റെല്ലാ വിശുദ്ധരും രക്തസാക്ഷികളും വരുവാൻ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന് നന്ദി പറഞ്ഞ് കൈയടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, നന്ദി പറയാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സങ്കീർത്തനം 115:1, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും മഹത്വത്തെയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്, അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. സങ്കീർത്തനം 66:2, അവിടുത്തെ നാമത്തിന്റെ മഹത്വം പ്രവർത്തിക്കുവിൻ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, സ്തുതികളാൽ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് സ്തുതികളാൽ കർത്താവിനെ മഹത്വപ്പെടുത്താം, സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യമാസരം ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസരം ഞങ്ങൾ.
ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ 2011 വർഷം കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കാരുണ്യത്തെ പ്രതി, എല്ലാ നന്മകളെ പ്രതിയും, എല്ലാ രോഗങ്ങളെ പ്രതിയും, രോഗസൗഖ്യം നൽകിയ പ്രതിയും കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഞങ്ങളുടെ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ പുറത്ത് ഞങ്ങളങ്ങേ സ്തുതിച്ചുകൊണ്ട് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പിറന്നാൽ വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതും ഏറെ പേരെന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. നിന്റെ ശക്തി വർഷിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ എല്ലാ കാരുണ്യത്തെ പ്രതിയും, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ സമൂഹത്തില്, ഞങ്ങളുടെ കൂട്ടായ്മയില് അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും, ഞങ്ങൾക്ക് വ്യക്തിപരമായി അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 നന്ദി, 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 നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന നിമിഷം, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷം കർത്താവേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. ലോകം എന്നെ ഉയർത്തിയിടുമ്പോൾ എന്നെ അറിയുന്ന എൻ ദൈവമേ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വതും നീ തന്ന ദാനമല്ലോ. യോഗ്യതയായ എനിക്കൊന്നുമില്ല, എന്റെ സർവ്വതും നീ തന്ന ദാനമല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ അയോഗ്യവാസരം ഞങ്ങൾ, കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യവാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണെന്നും മഹത്വം. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. 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 ആരാധന 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 ആരാധന
പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലന്മാരെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അപ്പസ്തോലന്മാരെ, ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് പോലെ, ഓ കർത്താവേ, ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിലും കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കരങ്ങൾ നീട്ടണമേ കർത്താവേ, അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. സ്ലീഹന്മാര് കൂട്ടായ്മയിൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഭിഷേകം ചൊരിഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ഈ നിമിഷം അഭിഷേകം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണ വർഷിക്കണമേ, അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ, അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. കർത്താവിന്റെ ബലം, കർത്താവിന്റെ ശക്തി പ്രകടമാകട്ടെ. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മയിലേക്ക് ഈ നിമിഷം കടന്നു വരണമേ. അങ്ങനെ വിടുതലിന്റെ ആത്മാവേ, വിടുതൽ സംഭവിക്കട്ടെ. അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനം, അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ മോശ ചെങ്കടൽ വിഭജിച്ച് അക്കരയ്ക്ക് കയറ്റിയതുപോലെ കർത്താവേ, ഞങ്ങൾക്ക് തടസ്സമായിരിക്കുന്ന ചെങ്കടലിനെ വിഭജിക്കണമേ, ചെങ്കടലിനെ വിഭജിക്കണമേ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ, കർത്താവിന്റെ കരബലം വ്യാപരിക്കട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ബലം, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ, കർത്താവിന്റെ ആത്മാവ് ഇറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കുന്ന നിമിഷം, കർത്താവേ, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന നിമിഷം, അടയാളങ്ങൾ സംഭവിക്കുന്ന നിമിഷം. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും അടിമത്തത്തിലാണെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഏതെങ്കിലും തകർച്ചയിലാണെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. രോഗത്തിലാണെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഇതാ കർത്താവ് കടന്നു വരുന്നു, കർത്താവ് നിന്നെ തൊടുന്നു, കർത്താവ് നിന്നെ സൗഖ്യം നൽകുന്നു. ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ.
ഈജിപ്തിൽ മോശയുടെ കരങ്ങളാൽ വെളിപ്പെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഉന്നത ശക്തിയാൽ ചെങ്കടൽ പിളർക്കപ്പെട്ട് അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ബാബിലോൺ അടിമത്തിൽ കടന്ന ജനം, ബാബിലോണിന്റെ അടിമത്തത്തിൽ കടന്ന ജനത്തിന് ധൈര്യം നൽകിയ ദാനിയേൽ പ്രവാചകൻ, ദാനിയേലിലൂടെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, കർത്താവിന്റെ ശക്തി ദാനിയേലിലൂടെ കടന്ന നിമിഷങ്ങള്, അതുപോലെ 3 യുവാക്കന്മാർക്ക് തീച്ചൂളയില് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്, ശക്തി കൊടുത്ത പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ തീച്ചൂളയിലാണെങ്കിൽ, സഹനത്തിന്റെ കൊടും തീച്ചൂളയിലാണെങ്കിൽ ഈ നിമിഷം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തെ ആരാധിക്കുക. ദൈവപുത്രൻ ഇതാ കടന്നു വരുന്നു നിന്റെ മധ്യേ, നിന്റെ ഭവനത്തില് ദൈവം കടന്നു വന്ന് ദൈവത്തിന്റെ സമാധാനം ഈ നിമിഷം നൽകുന്നു. സ്തുതിക്കാം, സ്തുതിക്കാം. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുക്കിയിടട്ടെ. ബാബിലോണിൽ ദാനിയേലിൻ വാക്കുകളാൽ വെളിപ്പെട്ട ജ്ഞാനശക്തി ഒഴുകിയിടട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. തീച്ചൂള തന്നടുവിൽ കീർത്തനങ്ങൾ ആലപിച്ച അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കുടുംബത്തില് സംഭവിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൈകൾ ഉയർത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തിന്റെ മഹത്വം നൽകാം. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ മഹത്വം തന്നെ ഇറങ്ങി വരുന്നു. ദൈവം തന്നെ നമ്മുടെ കൂടെയുണ്ട്, ദൈവം തന്നെ നമ്മളെ സഹായിക്കുന്നു, ദൈവം തന്നെ നമ്മളെ കരകയറ്റുന്നു. ദൈവത്തിന്റെ സംരക്ഷണം നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലില് സൗഖ്യമായ രോഗികള്, പത്രോസിന്റെ നിഴല് തൊട്ടപ്പോൾ സംഭവിച്ച അടയാളങ്ങള്, അതുപോലെ തന്നെ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിൽ ഭൂകമ്പമുണ്ടാകുന്നു. അവിടെ ദൈവദൂതൻ ഇറങ്ങി വരുന്നു, അവരെ മോചിപ്പിക്കുന്നു. തടവറ അനുഭവമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ? മരുഭൂമി അനുഭവമാണോ നമ്മുടെ ജീവിതത്തിൽ? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങും, ദൈവശക്തി ഇറങ്ങും. അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പത്രോസിന്റെ നിഴലിൽ സൗഖ്യശക്തി വ്യാപരിച്ച അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. തടവറ കുലുങ്ങും അഭിഷേകം വെളിപ്പെട്ട അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ മാലാഖമാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നും അപ്പസ്തോലന്മാരോട് ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. തിരുസഭ ഉണരട്ടെ,
ദൈവജനം ഉണർന്നിടട്ടെ, ദൈവജനം ഉണർന്നിടട്ടെ, സത്യവിശ്വാസമാർഗത്തിലായിരങ്ങളിൽ കൂട്ടമായി ചേർന്നിടട്ടെ, സത്യവിശ്വാസമാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ജനങ്ങളെയും ഇന്നിവിടെ ദൈവശക്തി വെളിപ്പെടട്ടെ, ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ, 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 ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ദൈവപിതാവിന് ആരാധന, 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 യേശുനാഥന് 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 ആരാധന, പരിശുദ്ധാത്മാവിന് 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 ആരാധന. ഹല്ലേലു 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 ഹല്ലേലൂയ, ഹല്ലേലു 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 ഹല്ലേലു. ഓ കർത്താവേ ആരാധന, ഓ കർത്താവേ ആരാധന, ഓ യേശുവേ ആരാധന. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കുന്ന നിമിഷം, അങ്ങയുടെ ശക്തി ഇറങ്ങുന്ന നിമിഷം, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന നിമിഷം. ഹല്ലേലൂയ, 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 ദൈവത്തെ നമുക്ക് ആരാധിക്കുന്ന നിമിഷം, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ദൈവത്തോട് കൂടെ ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കൂടെ ആയിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. റോമാ 12:1. ആകയാൽ സഹോദരരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സജീവവും പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. പ്രിയപ്പെട്ടവർ, നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിൻ്റെതാണ്. ആ കർത്താവിൻ്റെ ഇഷ്ടം ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്ന ഈ നിമിഷത്തിലേക്ക് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവേ, ആ ചുങ്കാരൻ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാത്ത നിമിഷങ്ങളിൽ
കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാത്ത നിമിഷങ്ങളിലൊക്കെ കർത്താവെ അകന്നുപോയ നിമിഷത്തെ ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു കർത്താവ്. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവെ. കർത്താവെ അങ്ങയുടെ കാരുണ്യം അന്നേരവും ഞങ്ങളുടെ മേൽ ചൊരികയായിരുന്നു കർത്താവെ. ആ നിമിഷങ്ങളെല്ലാം ഞങ്ങൾ അങ്ങയിൽ നകന്നു പോകുമ്പോഴും കർത്താവെ അങ്ങ് ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. ഈശോയെയും അങ്ങ് നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൂതന്മാര് ആ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വരുവിൻ, നമുക്കും ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൂതന്മാരോട് ചേർന്ന് സകല വിശുദ്ധരോടും ചേർന്ന് നമുക്ക് നമ്മളെ തന്നെ അങ്ങ് എളിമപ്പെടുത്താം. കർത്താവേ, ഞങ്ങളിതാ ഞങ്ങളെ തന്നെ അങ്ങ് എളിമപ്പെടുത്തുന്നു. അങ്ങയുടെ മുമ്പിൽ അഹങ്കാരിച്ച നിമിഷങ്ങൾ കർത്താവേ, ഇതാ ഞങ്ങൾ അങ്ങേ പൂർണ്ണമായിട്ട് വിട്ടു തന്നു ഞങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളിതാ എളിമപ്പെടുന്നു. കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിനാണ് കർത്താവേ മഹത്വമുണ്ടാകുക. അങ്ങയുടെ നാമമാണ് കർത്താവേ കീർത്തിക്കപ്പെടേണ്ടത്. പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടം ഉണ്ടാകുവാനായിട്ട്, ഞങ്ങളുടെ ഇഷ്ടം നടക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചു കർത്താവ്. ഞങ്ങളുടെ കരുണയായിരിക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു കർത്താവ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിൽ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഓ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവിന്റെ തിരുമുമ്പിൽ ആയിരിക്കാം, കർത്താവിനോട് സംസാരിക്കാം. ഈശോ, ഇതാ ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു. കർത്താവ്, ഇതാ ഞാൻ നിന്റെ സന്നിധിയിൽ. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഈ ഒരു നിമിഷം കർത്താവേ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതന്റെ മാറിടമേ, ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതന്റെ മാറിടമേ. അവൻ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചു. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. അതേ കുരിശും മരണം വരെ അവൻ ദൈവത്തിന് അനുസരണമുള്ളവനായി കാണപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുരിശു മരണം വഴി ഈശോ അനുസരണമുള്ളവനായതുപോലെ തന്നെ നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ അനുസരണമുള്ളവനായിട്ട് നമ്മളെ തന്നെ എളിമപ്പെടുത്താൻ. ഈശോയെ, ഞാൻ അങ്ങ് എളിമപ്പെടുത്തും കർത്താവ്, ഞാൻ അങ്ങ് ആരാധിക്കുന്നു, അങ്ങ് നന്ദി പറയുന്നു. സ്വർഗസുഖപീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താനെ താഴ്ത്തിയോനെ, സ്വർഗസുഖപീഠം വെടിഞ്ഞ്
എന്നെ തേടി വന്നവനേ, തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് തന്നെ താൻ താഴ്ത്തിയോനേ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്കു യോഗ്യനായി. തേജസ്സിന്റെ പൂർണ്ണനായി, സ്തുതികൾക്കു യോഗ്യനായി. തേജസ്സിന്റെ പൂർണ്ണനായി. ഇതുപോലൊരു എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർഗ്ഗമേ, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർഗ്ഗമേ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൈവത്തിന്റെ പരിശുദ്ധി നമുക്ക് ഏറ്റുപാടാം. അങ്ങ് നീ പരിശുദ്ധനാകുന്നു കർത്താവേ, നീ പരിശുദ്ധനാകുന്നു. ഭൂതന്മാര് കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ എണ്ണം 10,000ങ്ങളുടെ 10,000ങ്ങളും 1000ങ്ങളുടെ 1000ങ്ങളും. അവർ കുഞ്ഞാടിനെ നമിച്ചു വാഴ്ത്തുന്നു, കുഞ്ഞാടിനെ ആരാധിക്കുന്നു. ധനവും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്വീകരിക്കുവാൻ ഈ കുഞ്ഞാട് യോഗ്യനാണ്. ആ കുഞ്ഞാടിനെ നമുക്ക് ആരാധിക്കാം, കുഞ്ഞാടിനെ നമുക്ക് ആരാധിക്കാം, കുഞ്ഞാടിനെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ ആഹാ കരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്നും ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ അങ്ങയുടെ തേജസ്സിനെ ആരാധിക്കുന്നു, അങ്ങയുടെ മഹത്വത്തെ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, അങ്ങയുടെ പരിശുദ്ധി ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ രക്ഷിച്ച കർത്താവേ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൊല്ലപ്പെട്ട കുഞ്ഞാട്, ഞങ്ങളെ രക്ഷിച്ച ഈശോ, ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരണം ഏറ്റെടുത്ത കർത്താവ്, ആ കർത്താവിനെ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ യേശുവേ, ഓ യേശുവേ, യേശുവിൻ സാന്നിധ്യമേ, ഓ യേശുവേ ആരാധന. ഇതുപോലൊരു ആശ്വാസം
പരിശുദ്ധാത്മാവേ ആരാധന, പിതാവായ ദൈവമേ ആരാധന, ഏക ദൈവമേ ആരാധന, ആരാധന. ഹല്ലേലൂയ. എന്റെ യേശുവിൻ കർത്താവേ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ വണങ്ങുന്നു, നാമത്തെ സ്തുതിക്കുന്നു. എന്റെ സന്നിധിയിലായിരിക്കുന്നു. ഇതാണ് ഈശോയെ ആഗ്രഹിക്കുന്നത്, അങ്ങയോട് ചേർന്നിരിക്കുക. ഇതൊരു ഭാഗ്യമാണ്, ഇതൊരു ഭാഗ്യമാണ് യേശുവേ. ലോകത്ത് ഒരിക്കലും പുറത്തും കിട്ടാത്ത ഭാഗ്യം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ഇതാണ് ആശ്വാസം. അങ്ങയുടെ സമാധാനം ഈ നിമിഷം അനേകരിലേക്ക് വർഷിക്കണമേ. ഈ നിമിഷം കർത്താവേ അങ്ങയുടെ സമാധാനം, കർത്താവേ അങ്ങയുടെ സമാധാനം സമാധാനമില്ലാത്ത വ്യക്തികളിലേക്ക് കൊടുക്കണമേ എന്ന് പറഞ്ഞു. അസ്വസ്ഥരായി കഴിയുന്ന എല്ലാ വ്യക്തികളിലേക്കും കർത്താവേ അങ്ങയുടെ സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ തൊടണമേ, അനേകരെ തൊടണമേ. രോഗികളായിരിക്കുന്ന കർത്താവേ, അനേക രോഗികളാണ് കർത്താവേ, അവരെല്ലാം തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവകയിലെ ഓരോ ഭവനത്തിലും കർത്താവേ അങ്ങ് സന്ദർശിക്കണമേ, ഓരോ ഭവനത്തിലും സന്ദർശിക്കണമേ. കർത്താവേ അങ്ങയുടെ സമാധാനം അവിടെ കൊടുക്കണമേ. കർത്താവേ ഉത്കണ്ഠ മൂലം ആകുലപ്പെട്ടിരിക്കുന്ന അനേകരിലേക്ക് കർത്താവേ അങ്ങയുടെ നാളെയെ കുറിച്ച് ആഗ്രഹപ്പെടുന്ന ഭയപ്പെടുന്ന അനേകർക്ക് കർത്താവേ നീ ആശ്വാസമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ തുടരണമേ എന്ന് എന്റെ യേശുവിൻ സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ കാലന്റെ വേദനയോട് കടന്നു പോകുന്ന അനേകരെ കർത്താവേ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന യേശുവേ അനേകരുണ്ട്, അവരെ തുടരണമേ. അനേകരെ കർത്താവേ തുടരണമേ. അനേക കുഞ്ഞുങ്ങളെ കർത്താവേ, കുഞ്ഞുങ്ങളുടെ കർത്താവേ എന്റെ തീരത്ത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു കർത്താവേ. അവരുടെ വേദനകള്, അവരുടെ മാനസിക വേദനകള്, മാനസിക വ്യതകളെല്ലാം സമർപ്പിക്കുന്നു. എല്ലാ മാനസിക രോഗികളെയും സമർപ്പിക്കുന്നു, എല്ലാ തളർവാദ രോഗികളെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ പറ്റാതെ തളർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ യേശുവേ, ആ നാണിപ്പാട് കരങ്ങൾ നീട്ടി അവരെ തുടരണമേ, അവരെ സ്പർശിക്കണമേ കർത്താവേ, അവരെ ചേർത്ത് പിടിക്കണമേ, അവരെ ചേർത്ത് പിടിക്കണമേ കർത്താവേ. ഓ യേശുവേ, ഓ യേശുവേ ആരാധന, ഓ കർത്താവേ ആരാധന, ഓ യേശുവേ ആരാധന, ഓ യേശുവേ ആരാധന. യേശുവേ നന്ദി, 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 നന്ദി കർത്താവേ നന്ദി. അങ്ങ് ഞങ്ങളെ തൊടുന്നതിനോട് നന്ദി പറയുന്നു, ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു, ഞങ്ങളെ സുഖപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു, ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവർ നന്ദി പറയുന്നു. കർത്താവേ ഞങ്ങൾ പാപികളാണ്, കർത്താവേ ഞങ്ങൾ പാപികളാണ്, കർത്താവേ ഞങ്ങൾ പാപികളാണ്, കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ പ്രിയപ്പെട്ടവർ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളെ തളർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനി സംഭവിക്കും. നമ്മളെ തളർത്തുന്ന ഒരുപാട് മേഖലകൾ നമ്മൾ കാണേണ്ടി വരും. ഈ മേഖലകൾ, ഈ പ്രശ്നങ്ങളുടെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകമുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് നിറയുന്നില്ല. നമുക്ക് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയാൻ പ്രാർത്ഥിക്കണം. വ്യക്തിപരമായി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കണം. ഈശോയുടെ അഭിഷേകം നമ്മളിൽ ചൊരിയപ്പെടണം. ഈശോയുടെ അതേ അഭിഷേകം നമ്മളിലും ചൊരിയപ്പെടണം. ഈശോ അയക്കപ്പെട്ടതുപോലെ നമ്മളും അയക്കപ്പെടണം. നമ്മളും കടന്നു പോകണം യേശുവിൻ്റെ ദൂത് പ്രസംഗിക്കുവാനായിട്ട്, സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട്. അതിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ,
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. എല്ലാ പ്രതിസന്ധികളെയും കടന്നു പോകുവാനായിട്ട്, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ, മല പോലെയുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോഴും ആ മല പോലെയുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് തരണം. നമുക്ക് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം അപേക്ഷിക്കാം. സഹായമാണ് പരിശുദ്ധാത്മാവ്. ഈശോ പറയുന്നു, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുന്നു. വചനം വായിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുന്നു. ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നു. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ ദൈവത്തിൻ്റെ വചനം ജീവിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ സഹായകരെ ഞങ്ങളുടെ മേലെ കടന്നു വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലും വരങ്ങളിലും ഫലങ്ങളിലും നിറയുവാനും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വർഷിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമ്മിലോട് വർഷിക്കപ്പെടട്ടെ. ഈ കൂട്ടായ്മയിൽ, ഈ സമൂഹത്തിൽ, ഇടവകയിൽ ഇതെല്ലാം വർഷിക്കപ്പെടുവാനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ലേഹന്മാരിൽ നിറഞ്ഞതുപോലെ പെന്തക്കൊസ്താദിനുമുണ്ടായ അഭിഷേകം, പെന്തക്കൊസ്തായിൽ സംഭവിച്ച അതേ അഭിഷേകം നമുക്കുണ്ടാകുവാനായിട്ട്, പുതിയൊരു അഭിഷേകം ഉണ്ടാകുവാനായിട്ട്, കാലഘട്ടത്തെ വെല്ലുന്ന തരത്തിലുള്ള അഭിഷേകം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തളർത്തരുത്, നമ്മൾ തളർന്നു പോകരുത്. നമ്മൾ തളരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ശക്തരാകുവാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ശക്തരാകാം. കർത്താവിനെ പോലെ ഏത് സഹനത്തിൻ്റെ മേഖലയിലും, ഏത് തടസ്സത്തിൻ്റെ മേഖലയിലും മുന്നോട്ട് പോയി നമുക്ക് കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള സഹായത്തിനായിട്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ജീവനുള്ള ബലിയാ സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി. ദൈവാത്മാവേ വരേണം, പരിശുദ്ധാത്മാവേ എന്നെ ദഹിപ്പിക്കും, എന്നെ ശക്തിപ്പെടുത്തണം. ദാഹിക്കാം. ജീവനുള്ള ബലിയാ സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമായി. ദൈവാത്മാവേ വരേണം, എന്നെ ദഹിപ്പിക്കും അഗ്നിയാ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഓ പരിശുദ്ധാത്മാവേ ഒഴുക്കണമേ, അരുവികൾ ഒഴുകപ്പെടട്ടെ. തളർന്ന മനസ്സിലേക്ക്, തകർന്ന മനസ്സിലേക്ക്, തകർന്ന ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. എന്നെ നിറയ്ക്കണേ, കൊടുങ്കാറ്റായെന്നിൽ വീശണേ. പരിശുദ്ധാത്മാവേ റൂഹായേ നീ വരേണമേ, ആഴങ്ങളിൽ കത്തുന്ന കൃപ നൽകണേ. സർവശക്തിയോടെ എന്നിൽ വാഴണേ. തീയായെന്നിൽ വരണേ, അഭിഷേകം ചെയ്തിടണേ. എന്നിൽ കത്തി ജ്വലിക്കണമേ. ദൈവാത്മാവേ, ദൈവാത്മാവേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് കഴിയുമ്പോൾ ശക്തി പ്രാപിക്കും.
അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവ് കത്തി നിന്റെ മേൽ വരും. ജ്വലിക്കണമേ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവാത്മാവ് ദൈവാത്മാവ് പരിശുദ്ധാത്മാവേ, പുതിയ വർഷത്തില് പുതിയ സൃഷ്ടിയായി മാറുവാൻ പുതിയ അഭിഷേകം തരണം. സമർപ്പിക്കുന്നു എന്നെ പൂർണ്ണമാ. ദൈവാത്മാവേ വരേണമേ, എന്നെ ദഹിപ്പിക്കുമഗ്നിയാ. ഹല്ലേലൂയ. 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 പെന്തക്കോസ്താദിന് സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊടുങ്കാറ്റ് പോലെ ശബ്ദമുണ്ടായി. ആകാശത്ത് നിന്ന് അഗ്നിജ്വാലകൾ നാവുകൾ തങ്ങൾ ഓരോരുത്തരുമേൽ നിൽക്കുന്നതായി അവർ കണ്ടു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഹല്ലേലൂയ. അവർ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കുവാൻ ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തിരികെ എന്നിലൊഴുക്കണേ, നിന്നിൽ മുങ്ങി നീന്തുവാൻ കൃപ ഒഴുകണേ. റൂഹായേ നീ വരേണമേ, മഴയായെന്നിൽ നീ പെയ്യണേ. സർവശക്തിയോടെ എന്നിൽ വർഷിക്കണേ. അഭിഷേകം. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്തിടണേ. ഞങ്ങളുടെ ഉള്ളിലെ മുള്ളുകളും മുൾച്ചെടികളും ദഹിപ്പിക്കണം. എന്നിൽ കത്തി ജ്വലിക്കണമേ. ലോകത്തോട് ഞങ്ങളുടെ ഇഷ്ടത്തെ ദഹിപ്പിക്കണമേ. ഞങ്ങളുടെ തന്നെ ഞങ്ങൾ ഇഷ്ടമായ ഞങ്ങളുടെ ഇഷ്ടത്തെ ദഹിപ്പിക്കണമേ. ഞങ്ങളെ ഉരുക്കി വാർക്കണമേ. അഭിഷേകം ചെയ്ത് ഞങ്ങളുടെ ഹൃദയവും മനസ്സും പരിശുദ്ധാത്മാവെ ഒരുക്കണം. എന്നിൽ കത്തി ജ്വലിക്കണമേ. ഞങ്ങളെ പരിശോധിക്കണമേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ദാനങ്ങള്, അങ്ങയുടെ വരങ്ങള്, ഏറ്റവും ഉപരിയായിട്ട് അങ്ങയുടെ ഫലങ്ങൾ ഞങ്ങളിൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കുവാനുള്ള അഭിഷേകം തരണമേ. പുതിയ വർഷത്തില് വചനം വായിക്കുവാനുള്ള അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ. ദിവ്യബലി പങ്കെടുക്കുവാനുള്ള അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് അഭിഷേകം ചൊരിയണമേ പരിശുദ്ധാത്മാവേ. തിരുസഭയിൽ പുതിയ അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ. എല്ലാ മെത്രാന്മാരിലും പുതിയ അഭിഷേകം കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. എല്ലാ വൈദികരിലും പുതിയ അഭിഷേകം കൊടുക്കണമേ പരിശുദ്ധാത്മാവേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശോയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊടുക്കണമേ. യേശുവേ, പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ ഈശോയെ വചനം കേൾക്കുമ്പോൾ ഞങ്ങൾ പരിശുദ്ധാത്മാവ് നിറയട്ടെ. കർത്താവേ, ഇനിമേൽ ഞങ്ങളുടെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം
സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നടന്നു പോകാൻ അഭിഷേകം. പ്രശ്നങ്ങളുടെ മധ്യേ കടന്നു പോകാൻ അഭിഷേകം. രോഗികളെ സുഖപ്പെടുത്തുന്ന അഭിഷേകം. തളർന്ന മനസ്സുകൾക്ക് ഒരു ബലം നൽകുന്ന അഭിഷേകം. ജ്ഞാനത്തിന്റെ അഭിഷേകം, ക്ഷമയുടെ അഭിഷേകം, എളിമപ്പെടുവാനുള്ള അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ. സ്നേഹിക്കുവാനുള്ള അഭിഷേകം തരണമേ പരിശുദ്ധാത്മാവേ. ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ അഭിഷേകം തരണമേ. സ്ത്രീകന്മാരിൽ നിറഞ്ഞ അഭിഷേകം പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പ്രിയപ്പെട്ടവരെ ചേർന്ന് ഹല്ലേലൂയ പാടാം. പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന നിമിഷം പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷം സ്ത്രീകന്മാരെ മാറ്റിയതുപോലെ, പത്രോസിനെ മാറ്റിയതുപോലെ നമ്മളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് മാറ്റാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിന് അനുരൂപരായാൽ ദൈവാത്മാവിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനമെടുത്ത് ജീവിക്കുവാൻ, ഈശോയെ ഞങ്ങളുടെ കൽപ്പന അനുസരിക്കുവാനുള്ള അഭിഷേകം തരണമേ. ലൂക്കാ 12:12 എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എന്താണ് പറയേണ്ടത് ആ സമയത്ത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കണമേ. അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം നൽകും. പാപബോധവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവ്. ജീവജലം എന്നിലൊഴുക്കണേ, നിന്നിൽ മുങ്ങി നീന്തുവാൻ കൃപയൊഴുക്കണേ. റൂഹായേ നീ വരേണമേ, മഴയായെന്നിൽ നീ പെയ്യണമേ. സർവശക്തിയോടെ എന്നിൽ വർഷിക്കണേ. അഗ്നിയായെന്നിൽ വരണേ, ശക്തിയായി അഭിഷേകം ചെയ്തിടണേ. ജ്വാലയായി എന്നിൽ കത്തി ജ്വലിക്കണമേ. ദൈവാത്മാവേ, ദൈവാത്മാവേ. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ പരിശുദ്ധാത്മാവേ. ആരാധന, ആരാധന.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമുക്ക് കൂട്ടായ്മയിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു.